കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ എണ്ണയുമായി പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു. കാരണവർ കിള്ളിയോട്ട് സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് കൊട്ടിയൂർ സന്നിധിയിലേക്ക് പുറപ്പെട്ടത്. സംഘം ശനിയാഴ്ച കൊട്ടിയൂരെത്തും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൊട്ടിയൂർ സന്നിധിയിൽ വിളക്കുകൾ തെളിയിക്കാൻ ആവശ്യമായ മുഴുവൻ എണ്ണയും കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നാണ് എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് എള്ളെണ്ണയുമായി തറവാട്ടിൽ നിന്നും സംഘം പുറപ്പെട്ടത്. പ്രക്കൂഴം മുതൽ വ്രതം നോറ്റാണ് ചക്കാലയിൽ എള്ളെണ്ണ ആട്ടി തയ്യാറാക്കിയത്. ചെമ്പുകുടത്തിൽ 5 ലിറ്റർ എണ്ണയുമായാണ് സംഘം കാൽനടയായി പുറപ്പെട്ടത്. ആകെ 500 ലിറ്റർ എണ്ണയാണ് സംഘം കൊണ്ടുപോകുന്നത്. 5 ലിറ്റർ കഴിച്ച് ബാക്കിയുള്ളത് വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. ഈ തറവാട്ടുകാർ വ്രതം നോറ്റ് നമ്മുടെ സ്വന്തം ചക്കാലയിൽ എള്ള് ആട്ടി ശുദ്ധമായ എള്ളെണ്ണ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ വർഷം നമ്മൾ 5 താവഴിയിൽ നിന്ന് പ്രതിനിധീകരിച്ചിട്ട് 5 ലിറ്റർ എള്ളെണ്ണ ഈ ചെമ്പ് കുടത്തിൽ തലയിലേറ്റിയാണ് കൊട്ടിയൂർ വരെ കൊണ്ടുപോയത്. കാൽനടയാത്രയായി അത് 3 ദിവസം എടുത്തിട്ടാണ് നമ്മൾ കാൽനടയാറ്റി അവിടെ എത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അത് കൂടാതെ ഈ 5 ലിറ്ററിന് പുറമെ ഒരു 120ഓളം ലിറ്റർ ഈ 5 ലിറ്ററിൻ്റെ ക്യാനുകളാക്കിയിട്ട് മൊത്തം 120 ലിറ്റർ സ്വന്തം ചക്കാലയിൽ തന്നെ ആട്ടിയിട്ട് നല്ല ശുദ്ധമായ എള്ളെണ്ണയും ബാക്കിയുള്ളത് നമ്മൾ വിലക്ക് വാങ്ങിയിട്ടാണ് കൊണ്ടുവന്നത്. അതായത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. ഈ നമ്മൾ 5 താവഴിയുണ്ട്: കിള്ളിയോട്, കോളത്ത്, മടത്തിൽ, കുന്നുമൽ എന്ന് പറഞ്ഞാൽ 5 താവഴികൾ ചേർന്നാണ് ഈ കിള്ളിയോട് തറവാട് എന്ന് പറഞ്ഞാൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തറവാടാണിത്. അപ്പോൾ കുറേ ഏതാണ്ട് ഒരു 90 വർഷത്തിനടുത്തായിട്ട് മുടങ്ങിക്കിടന്ന ചടങ്ങ് 2021 മുതൽ ഈ കിള്ളിയോട് തറവാട് ആരുടെ ട്രസ്റ്റ് ഏറ്റെടുത്ത് അത് ഈ ചടങ്ങുകൾ പുനരാരംഭിച്ച് കൊട്ടിയൂർ ദേവസ്ഥാനത്ത് പെരുമാളിന് ഈ എണ്ണ സമർപ്പണം നടത്തി വരികയാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.